എടാ അച്ചു, നിന്റെ കെട്ടിയോൾക്ക് സംശയമൊന്നുമില്ലല്ലോ? അർജുൻ ലക്ഷ്മിയോട് പതിയെ ചോദിച്ചു. ഇതുവരെ ഇല്ല. അല്ല, എത്ര നാൾ നീ ഇങ്ങനെ എല്ലാവരെയും പറ്റിക്കും? മുത്തശ്ശി അറിഞ്ഞാലുള്ള പൊല്ലാപ്പ് നിനക്കറിയാലോ, അർജുൻ ലക്ഷ്മിയോടായി പറഞ്ഞു. അറിയാം. അതിനു മുൻപേ ഞാൻ അവളെ ശരിക്കും കല്യാണം കഴിച്ചിരിക്കും. അതിനു വേണ്ടിയാണ് ഈ നാടകം. അല്ല, ശരിക്കും നീ എന്ത് ചെയ്തപ്പോഴാണ് അവൾ നിന്നെ തള്ളിയിട്ടത്? അത് പിന്നെ ഞാൻ നിന്ന് പരങ്ങണ്ട, എനിക്ക് മനസ്സിലായി. എടാ, നീ ഇങ്ങനെ എടുത്തുചാട്ടം കാണിക്കാതെ ആദ്യം അവളുടെ മനസ്സ് സ്വന്തമാക്കുകയാണ് വേണ്ടത്. അതുവരെ നിന്റെ വികാരങ്ങളൊക്കെ അടക്കി വെക്ക്. നീ പറയുന്നത് കേട്ടാ തോന്നും ഞാനിപ്പോൾ മുട്ടി നിൽക്കുകയാണെന്ന്. ഒന്ന് പോടാ, ഞാനേ ജസ്റ്റ് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ. അതിനാ അവളിങ്ങനെ ചെയ്തത്. മതിയല്ലോ, തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടികളെ അങ്ങനെയാ. ആദ്യം വേണ്ടത് അവളുടെ മനസ്സിൽ കയറിക്കൂടുക എന്നതാണ്. അല്ലാതെ അവളെ ഇറിറ്റേറ്റ് ചെയ്താലേ വല്ലത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ നിനക്ക് കുറച്ച് ലവ് പോയിന്റ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം എന്നെ ഇവിടെ കണ്ടാലേ ശിവാനിക്ക് വല്ല സംശയം തോന്നിയേക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ പോവുകയാണ് എന്നും പറഞ്ഞ് അർജുൻ അവിടെ നിന്ന് പോയതും ലക്ഷ്യ വിചാരിക്കുകയായിരുന്നു, എങ്ങനെയാ ശിവാനിയുടെ ഹൃദയവാതിലിൻ്റെ താക്കോൽ സ്വന്തമാക്കുക എന്ന്. അങ്ങനെ ആലോചിക്കുന്നതിനിടയിലാണ് ശിവാനി അവനുള്ള ഭക്ഷണവുമായി വരുന്നത്. അതുകൊണ്ട് ലക്ഷ്യ മനസ്സിൽ വിചാരിച്ചു, ഇവളെ ഫോഴ്സ് ചെയ്ത് ഇവളെ എനിക്ക് വാരി തരുന്നതിലല്ല, മറിച്ച് ഇവൾ സുമനസാലെ എനിക്ക് വാരി തരണം. അവിടെയായിരിക്കും എൻ്റെ വിജയം. അതാണ് ഞാനിവിടെ ചെയ്യേണ്ടതും എന്ന് മനസ്സിൽ കരുതി ശിവാനിയോട് പറഞ്ഞു, ഇങ്ങ് തന്നോളൂ ശിവാനി, ഞാൻ കഴിച്ചോളാം. അത് കേട്ട് ശിവാനി അവനൊന്ന് സംശയത്തോടെ നോക്കി. അവൻ്റെ പരിക്ക് പറ്റാത്ത കൈയായ വലത് കൈയിൽ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് കൊടുത്തു. അവൻ പ്ലേറ്റ് മടിയിൽ വെച്ച് ചപ്പാത്തി കഷ്ടപ്പെട്ട് കഷ്ണങ്ങളാക്കി എടുക്കുന്നത് കണ്ട ശിവാനി പറഞ്ഞു, ഇങ്ങ് തന്നോളൂ, ഞാൻ എടുത്തു തരാം. വേണ്ട ശിവാനി, ശിവാനിക്കതൊരു ബുദ്ധിമുട്ടാവും. ലക്ഷ് ആവശ്യത്തിൽ കൂടുതൽ നിഷ്കളങ്കത വാരി വിതറി. ഇങ്ങനെയൊന്നും അല്ലല്ലോ കുറച്ച് മുൻപ് പറഞ്ഞത്. ശിവാനിക്ക് അവൻ്റെ ആ പറച്ചിലിൽ എന്തോ ഒരു പന്തികേട് തോന്നി. ശരിയാണ്, നേരത്തെ ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ശരിക്കും ഇതിനൊക്കെ ഞാൻ തന്നെയല്ലേ കാരണക്കാരൻ. ഞാൻ ശിവാനിയോടെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നെ വിശ്വസിച്ചാണ് ശിവാനി ഇങ്ങോട്ട് വന്നത്. അത് ഞാൻ ഓർക്കണമായിരുന്നു. ഐ എം സോറി ശിവാനി. ശിവാനിയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് ചെയ്തതാ. എൻ്റേതാണെന്ന് തോന്നി, അതാ ഞാൻ അങ്ങനെയൊക്കെ. സോറി ശിവാനി എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് കഴിക്കാൻ തുടങ്ങി. ഇയാൾക്കിതെന്ത് പറ്റി? ഞാനിവിടെ നിന്ന് പോകും വരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പിന്നെ അതിനിടയിൽ തലക്ക് വല്ല അടിയേറ്റോ? അല്ലെങ്കിൽ ഇതും ഇയാളുടെ നമ്പരാണോ? ഇനിയിപ്പോൾ ഈ കെട്ടും എന്നെ പറ്റിക്കാനുള്ള സൂത്രപ്പണി ആയിരിക്കോ? എങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. ഇയാളെ എനിക്കത്ര വിശ്വാസം പോരാ. എന്തായാലും ഇപ്പോൾ വാരി കൊടുത്തേക്കാം, എന്നിട്ട് ഉറങ്ങിക്കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യണം. ശിവാനി കാര്യമായ ചിന്തയിലാണ്ടതും ലക്ഷ് അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഓരോന്നും നോക്കി കാണുകയായിരുന്നു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു കുലുക്കമില്ലല്ലോ, ദുഷ്ടത്തി എന്ന് പറഞ്ഞ് താല്പര്യമില്ലാത്ത മട്ടിൽ കഴിക്കുമ്പോഴാണ് ശിവാനി അവൻ്റെ കയ്യിൽ നിന്നും പ്ലേറ്റ് വാങ്ങിച്ച് അവന് വാരിക്കൊടുക്കുന്നത്. അന്നേരം മുഴുവനും ലക്ഷ്യൻ്റെ കണ്ണുകൾ ശിവാനിയിൽ മാത്രമായിരുന്നു. നീ കഴിച്ചോ? ലക്ഷ്യ കഴിക്കുന്നതിനിടയിൽ അവളോട് ചോദിച്ചു. ഇല്ല. അതെന്താ? സർ, അല്ല, കണ്ണേട്ടൻ കഴിക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം. അവളുടെ ആ കണ്ണേട്ടൻ എന്ന വിളിയിൽ കുരുങ്ങിക്കിടക്കുമായിരുന്നു ലക്ഷ്യം. പിന്നെ സ്വബോധം വീണ്ടെടുത്ത പ്ലേറ്റിൽ നിന്ന് ഒരു കഷ്ണം ചപ്പാത്തി കരയിൽ മുക്കി അവൾക്ക് നേരെ നീട്ടി. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. നീ വാ തുറന്നേ, എനിക്ക് ദേഷ്യം വരും കേട്ടോ എന്നവൻ പറഞ്ഞതും ശിവാനി വാ തുറന്നു. അന്നേരം ഇരുവരുടെയും മിഴികൾ തമ്മിൽ ഒന്നായി. അന്നേരം അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി. ഓ, കെയറിംഗ് പാർട്ട്ണർ നമ്പറാണെന്നേ ഞാൻ അറിഞ്ഞതേയില്ല. എൻ്റെ പൊന്നോ, ഇയാൾക്ക് വല്ല ഓസ്കാരം കൊടുക്കണം. അമ്മാതിരി അഭിനയല്ലേ! നിമിഷ നേരം കൊണ്ട് ഓരോ കഥാപാത്രമായി ജീവിക്കുകയല്ലേ ഈ മനുഷ്യൻ. പക്ഷേ ഈ ശിവാനി അങ്ങനെ പെട്ടെന്നൊന്നും സ്നേഹം കൊണ്ട് വീഴ്ത്താനാവില്ല. ശിവാനി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കഴിക്കുവാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ലക്ഷ് അവളെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യാതെ ബെഡിൻ്റെ ഒരറ്റം ചേർന്ന് കിടന്നു. ഡ്രസ്സ് മാറി ഫ്രഷായി വന്ന ശിവാനി കാണുന്നത് ബാൻഡേജ് ഇട്ട കൈ അവൻ്റെ ദേഹത്ത് വെച്ച് നനക്കാതെ മലർന്ന് കിടന്നിറങ്ങുന്ന ലക്ഷ്മിയാണ്. ഇത് തന്നെ പറ്റിയ അവസരം എന്ന് കരുതിയ ശിവാനി അവൻ്റെ അരികിൽ ചെന്ന് അവൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി. എന്നിട്ട് ഡോർ ലോക്ക് ചെയ്യാനായി പോയി. അന്നേരമാണ് ലക്ഷ്മി മെല്ലെ കണ്ണു തുറന്ന് നോക്കുന്നത്. അവളുടെ ഉദ്ദേശം എന്താണെന്നറിയാൻ ലക്ഷ്മി വീണ്ടും കണ്ണടച്ച് ഒന്നും അറിയാത്ത പോലെ കിടന്നു. ഡോർ ലോക്ക് ചെയ്ത ശിവാനി ലക്ഷ്യൻ്റെ കയ്യിൽ ഒന്നും അറിയാത്ത പോലെ മെല്ലെ ഒന്ന് തൊട്ടു നോക്കി. അവനിൽ നിന്നും ഒരു പ്രതികരണവും കണ്ടില്ല. അതുകൊണ്ട് ഒന്നുകൂടി തൊട്ടു നോക്കി. എന്നിട്ടും അവനൊന്നും മിണ്ടാത്തത് കാരണം അവൾ അവൻ്റെ കൈയെടുത്ത് പൊക്കി നോക്കിയതും ലക്ഷ്യം എഴുന്നേറ്റ് മനഃപൂർവ്വം ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ശിവാനി ശരിക്കും പേടിച്ചു. അയ്യോ കണ്ണേട്ടാ, സോറി, ഞാൻ അറിയാതെ, സോറി കണ്ണേട്ടാ. എന്നാലും ശിവാനി, നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. നിനക്ക് അത്രയ്ക്കും എന്നെ വിശ്വാസമില്ലല്ലേ? കണ്ണേട്ടാ, ഞാൻ... വേണ്ട ശിവാനി, കുഴപ്പമില്ല, തെറ്റ് എൻ്റെ തന്നെയാണ്.
ശിവാനി കിടന്നോളൂ എന്നും പറഞ്ഞ് അവളെ ശ്രദ്ധിക്കാതെ കിടന്നു. കണ്ണേട്ടൻ, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. അവൻ്റെ മറ്റേ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പ്ലീസ് ശിവാനി, ഞാനൊന്ന് കിടന്നോട്ടെ എന്നും പറഞ്ഞ് ശിവാനിയെ അവോയ്ഡ് ചെയ്ത് കണ്ണടച്ച് കിടന്നു. പെണ്ണിൻ്റെ പിറകെ നടക്കുകയല്ല വേണ്ടത്, മറിച്ച് പെണ്ണിനെ നമ്മുടെ പിറകെ നടത്തിപ്പിക്കണം. അതാണ് ഒരാണിൻ്റെ പവർ. അതിനുള്ള ലക്ഷ്യൻ്റെ സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് അതായിരുന്നു ഇപ്പോൾ നടന്നത്. ലക്ഷ്യം ഒന്നും മിണ്ടാതെ കിടക്കുന്നത് കണ്ടതും ശിവാനിയും ബെഡിൻ്റെ മറ്റേ സൈഡിൽ ഒതുങ്ങിക്കിടന്നു. ഒറ്റ ദിവസം കൊണ്ട് അവർക്കിടയിലെ വൻമതിൽ തകർന്ന തരിപ്പണമായി. പിറ്റേന്ന് രാവിലെ ഭക്ഷണമൊക്കെയും കഴിഞ്ഞു ലക്ഷ്യം നടുമുറ്റത്ത് തൻ്റെ അമ്മയുടെ മടിയിൽ തല വെച്ച് കിടക്കുകയാണ്. അമ്മയുടെ വിരലുകൾ അവൻ്റെ മുടിയിഴകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അന്നേരമാണ് മുത്തശ്ശിയുടെ നിർദ്ദേശപ്രകാരം ശിവാനി അവനുള്ള ജ്യൂസുമായി വരുന്നത്. ശിവാനി ജ്യൂസ് നീട്ടിയപ്പോൾ ലക്ഷ്യം അവളെ ശ്രദ്ധിക്കാതെ അവിടെ വച്ചോളാൻ പറഞ്ഞു. ശിവാനി ജ്യൂസ് വെച്ച് അവിടെ നിന്ന് പോവാൻ നേരാണ് വനജ അവളെ പിടിച്ച് അവരുടെ അരികിൽ ഇരുത്തുന്നത്. അമ്മയും മകനും കാര്യമായ സംസാരത്തിലാണ്. അമ്മ ഇടയ്ക്കിടെ തന്നോട് ഓരോന്ന് ചോദിക്കുമ്പോൾ അവൻ മനഃപൂർവ്വം അവളെ അവോയ്ഡ് ചെയ്യുകയാണെന്ന് ശിവാനിക്ക് തോന്നി. രാവിലെ മുതൽ ഇതാണ് അവസ്ഥ. ഇന്നലെ രാത്രി സംശയം തോന്നി അങ്ങനെ ചെയ്തതുകൊണ്ടുള്ള ദേഷ്യമാവാം എന്നവൾക്ക് അറിയായിരുന്നു. അമ്മ, എനിക്കൊന്ന് കുളിക്കണമായിരുന്നു, ലക്ഷ് പറഞ്ഞു. അതിനെന്താ കണ്ണ, മോള് സഹായിക്കുമല്ലോ അല്ല മോളെ? അതെ സഹായിക്കാം, ശിവാനി പറഞ്ഞു. അത് വേണ്ട അമ്മ, അമ്മ ഹെൽപ്പ് ചെയ്താൽ മതി. ശിവാനിയെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ അമ്മ? ലക്ഷ്യം രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ബുദ്ധിമുട്ടോ? അതിന് ശിവാനി അങ്ങനെ പറഞ്ഞോ? അമ്മ കുളിപ്പിക്കുക, നീ ഇപ്പോൾ കൊച്ചുകുട്ടിയാണല്ലോ. ഭർത്താവിന് വയ്യെങ്കിൽ ഹെൽപ്പ് ചെയ്യേണ്ടത് ഭാര്യയുടെ കടമയാണ്. വനജ അത് പറഞ്ഞതും ശിവാനിക്ക് എന്തോ പോലെയായി. അമ്മയൊക്കെ തന്നെ കുറിച്ച് എന്ത് കരുതി കാണും എന്നവൾ ഓർക്കാതിരുന്നില്ല. ഇല്ലമ്മ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കണ്ണേട്ടനെ ഞാൻ ഹെൽപ്പ് ചെയ്തോളാം. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ശിവാനി മുറിയിലേക്ക് നടന്നു. അവൾ പോകുന്നത് കണ്ടതും ലക്ഷ് തല ചരിച്ച് അവളെ ഒന്ന് നോക്കി. എന്താ ഇപ്പോൾ രണ്ടാക്കും പറ്റിയേ? പിണക്ക? വനജ മകൻ്റെ പ്രവൃത്തി കണ്ട് ചോദിച്ചു. ഒന്നുമില്ല എൻ്റെ വനജക്കുട്ടി, ഒരു ചെറിയ മധുരപ്രതികാരം. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, എന്നിട്ട് നല്ല പോലെ ഒന്ന് കുളിച്ചിട്ട് വരാം. എടാ പാവം കുട്ടിയാടാ അത്, നിന്റെ കുറുമ്പുകൾ കാട്ടി അതിനെ സങ്കടപ്പെടുത്തല്ലേ. ഇല്ല അമ്മ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്ക് അവളോട് ഒരുപാട് ഇഷ്ടം തോന്നുക. എന്താ ഇപ്പം ചെയ്യുക? ഇത് നല്ല കഥ. നിന്റെ ഭാര്യയോട് നിനക്കിഷ്ടം തോന്നിയാ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരണോ? ഒന്ന് പോടാ കള്ളക്കണ്ണ, കുറുമ്പ് ഇത്തിരി കൂടുന്നുണ്ട്. എന്നാൽ അമ്മ പോയി അച്ഛനോട് ഇത്തിരി നേരം റൊമാൻസിക്ക്, ഞാൻ പോയി എൻ്റെ ഭാര്യയെ റൊമാൻസിക്കട്ടെ എന്നും പറഞ്ഞ് ധൃതിയിൽ അവൻ ഗോവണിപ്പടി കയറിപ്പോകുന്നത് കണ്ടതും വനജ മുഖത്ത് വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു. കള്ളക്കണ്ണൻ. ലക്ഷ്യ മുറിയിലെത്തിയപ്പോൾ ശിവാനി അവന് കുളിക്കാനുള്ള വെള്ളം എടുത്ത് വെക്കുകയായിരുന്നു. ശേഷം ബാത്റൂമിൽ ഒരു കസേരയൊക്കെ കൊണ്ടുവച്ചു അവൻ്റെ അരികിൽ വന്ന് നിന്നു. കുളിക്കാം, ശിവാനി അവന് കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. ലക്ഷ്യമാണെങ്കിൽ തിരിച്ചു ഒന്നും പറഞ്ഞതുമില്ല. അതുകണ്ട് അവളവൻ്റെ അരികിൽ ചെന്ന് ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ചെടുക്കാൻ തുടങ്ങി. ഷർട്ട് ഊരിയെടുത്ത് അലക്കാനായി മാറ്റിവെച്ചു. കയ്യിലേക്ക് വെള്ളം കയറാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കെട്ടിവെച്ചു. ശേഷം ബാത്റൂമിലേക്ക് നടന്നു. വരൂന്നേ, അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. ബാത്റൂമിൽ ചെന്ന ലക്ഷ് ചെയറിലിരുന്നു. ശിവാനി സാരിയുടെ മുന്താണി എടുത്ത് ഇടുപ്പിൽ കുത്തി. മുടി മുഴുവനും വാരി കെട്ടിവെക്കാൻ അവൾ കൈ പൊക്കിയതും ചെക്കൻ്റെ നോട്ടം മുഴുവൻ ചെന്ന് നിന്നത് അവളുടെ ഇടുപ്പിലും. എൻ്റെ ആറ്റുകാൽ ഭാസ്കര, കൺട്രോൾ തരണേ എന്നും മനസ്സിൽ പറഞ്ഞവൻ ഒരുവിധം കൺട്രോൾ ചെയ്ത് നിന്നു. നോട്ടം മാറ്റി ഡീസൻ്റായി വീണ്ടും എയർ പിടുത്തം തുടർന്നു. കുളിക്കാൻ നേരം ലക്ഷ്യൻ്റെ നോട്ടം മുഴുവനും അവളുടെ മുഖത്തായിരുന്നു. അത് മനസ്സിലാക്കിയ ശിവാനി അത് പാടെ അവഗണിച്ചു. മുറിയിലെത്തി തൻ്റെ ദേഹം തുടച്ചു കൊടുക്കുമ്പോൾ അവളുടെ കഴുത്തിലും ഇടുപ്പിലും മുഖത്തും പൊടിഞ്ഞു കിടക്കുന്ന വിയർപ്പ് കണങ്ങളെ തൻ്റെ ചുണ്ടിനാൽ ഒപ്പിയെടുക്കാൻ അവൻ ആഗ്രഹിച്ചു പോയി. അപ്പോഴാണ് വാതിലിൽ ആരോ തട്ടുന്നത് ഇരുവരും കേൾക്കുന്നത്. ഡോർ തുറന്നു നോക്കിയ ശിവാനി കാണുന്നത് മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന ഗൗതമിനെയും ദീപയെയും. ഇരുവരെയും പെട്ടെന്ന് കണ്ടതും ശിവാനിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി. അവർക്കൊരു ചിരി സമ്മാനിച്ചു ലക്ഷ്മിയോട് ഞാൻ താഴേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞു ശിവാനി മുറി വിട്ടിറങ്ങി. ഞങ്ങളെ കണ്ടപ്പോൾ ശിവാനി എന്താ ഒന്നും മിണ്ടാതെ പോയിക്കളഞ്ഞത്? ഗൗതം മുറിയിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. അവളുടെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ? അമ്പിനും വില്ലിനും അടിക്കുന്നില്ല. ഞാൻ പഠിച്ച പണി 18 നോക്കി ഒന്ന് ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് റിയലായി കെട്ടിയേക്കാന്ന് കരുതി. അന്നേരം കുറേ ഫിലോസഫി കൊണ്ട് ഇങ്ങോട്ട് വരും. ഓഹോ, അതുവരെ എത്തി കാര്യങ്ങൾ, ഗൗതം ചിരിയോടെ പറഞ്ഞു. പിന്നല്ലാതെ, അങ്ങനെ ചുമ്മാ ഞാനൊരുത്തിയെ കൂടെ താമസിപ്പിക്കോ? അവളെ എൻ്റെ ഹൃദയം കൊണ്ടുപോയടാ. എനിവേ, താങ്ക്സ് ദീപ, അവളെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നതിന്. എന്നാൽ ദീപ താഴെ ചെന്നോളൂ, ഞാൻ ശിവാനിയോട് പറഞ്ഞോളാം തനിക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെയും ചെയ്തു തരാൻ. ലക്ഷ്യ ദീപയോടായി പറഞ്ഞു. സർ, എനിക്ക് കൂടുതൽ നാൾ ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യം ആയതുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ സാറിനോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് അച്ഛൻ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇവിടെ എത്തിയപ്പോൾ ഈ ഗൗതം സർ എന്നെ പിടിച്ച് അങ്ങയുടെ കാമുകിയാക്കി.
കാമുകിയോ? ലക്ഷ്യം മുഖം ചൊളിച്ചു. അത് പിന്നെ മാളൂനെ ഒന്ന് പറ്റിക്കാൻ ഗൗതം നിന്ന് പരങ്ങി. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ സർ, നിങ്ങൾ സംസാരിക്കുമെന്നും പറഞ്ഞ് ദീപ മുറി വിട്ടിറങ്ങി. അല്ല, നിന്റെ കൈക്ക് എന്ത് പറ്റിയതാ? ഗൗതം ചോദിച്ചു. ശിവാനി സ്നേഹം കൂടിയപ്പോഴേ ഒന്ന് തള്ളിയിട്ടതാ, ലക്ഷ്യ ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു. ഇനി സ്നേഹം കൂടുന്ന പരിപാടി ചെയ്യുമ്പോൾ ഇതോർത്താ നല്ലത്. എടാ, തള്ളിയിട്ടു എന്നത് ശരിയാണ്, പക്ഷെ കൈ ഒടിഞ്ഞു എന്നതേ എൻ്റെ ഒരു നമ്പരാ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? നിനക്കറിയോ, ഇപ്പോൾ അവളെന്നെ കുളിപ്പിച്ചിട്ട് പോയതേ ഉള്ളൂ. വേറെ ലെവൽ ഫീലായിരുന്നു. ഇനി അവളെ കുറച്ച് കഴിഞ്ഞു വരും എനിക്ക് ഭക്ഷണം വാരിത്തരാൻ. അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ തല മസാജ് ചെയ്യിപ്പിച്ചു അവളുടെ മടിയിൽ ഉറങ്ങാൻ. ലക്ഷ്യ ഗൗതമിനെ നോക്കി ചെറിയാലെ പറഞ്ഞു. അയ്യേ, നിനക്ക് നാണുണ്ടോടാ? ഒട്ടുമില്ല. ഞാനെന്തിനു നാണിക്കണം? അവളെ എൻ്റെ പെണ്ണാ. നിയമപരമായി അവളെ കെട്ടിയിട്ടേ ഇത്തരം കോപ്രായങ്ങൾ കാണിക്ക്. അല്ല, ഈ ശിവാനിക്ക് ഇതെന്ത് പറ്റി നിന്റെ താളത്തിന് തുള്ളാൻ? ഞാൻ കരുതി അവൾ നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയാണെന്ന്. ബോൾഡ്? ആവശ്യത്തിൽ കൂടുതൽ ബോൾഡ്നെസ് ഒക്കെയും അവൾക്കുണ്ട്. പക്ഷേ എൻ്റെ അടുത്തൊന്നും ചിലവാകത്തില്ല എന്ന് മാത്രം. സാറേ, വന്ന കാലിൽ നിൽക്കാതെ പോയി ഫ്രഷ് ആവാൻ നോക്ക്. നീ ഇവിടെ നിന്നാലേ ശിവാനി ഇങ്ങോട്ട് വരില്ല. അവൾ വന്നിട്ട് വേണം എനിക്ക് അവളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്, നീ ചെല്ല്. നീ പറഞ്ഞോടാ, ഞാൻ ചെയ്തു തരാം. ഗൗതം വിടാൻ തയ്യാറല്ല. എനിക്കൊരു ഉമ്മ വേണമായിരുന്നു. എന്താ, നീ തരുമോ? തരാടാ, വാ തരാം. 1 അല്ല 9 എണ്ണം തരാം എന്നും പറഞ്ഞു ഗൗതം ലക്ഷ്മിനെ പിടിച്ചു വെച്ച് ഉമ്മ വെച്ചു. അയ്യേ, ലക്ഷ്യ അവൻ്റെ ആ പ്രവൃത്തിയിൽ അവനെ ഒന്ന് ദാഹിപ്പിച്ചു നോക്കി. ഗൗതം ലക്ഷ്മിനെ ഉമ്മ വെക്കുന്നത് ശിവാനി കൃത്യമായി കാണുകയും ചെയ്തു. ഇത് കണ്ട ലക്ഷ്യം ഗൗതമിൽ നിന്ന് പരങ്ങി. കൊണ്ടുവന്ന ജ്യൂസ് ഇരുവർക്കും കൊടുത്ത് ശിവാനി പെട്ടെന്ന് അവിടെ നിന്ന് പോയി. ഇതേ കണ്ടോ, അവൾ നമ്മളെ തെറ്റിദ്ധരിച്ചു. അയ്യോ, ഞാനിനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? ലക്ഷ്യ ഗൗതമിനെ നോക്കി പേടിപ്പിച്ചു. എനിക്കറിഞ്ഞോ അവൾ ഈ നേരത്തെ കയറി വരുന്നു. എന്നാൽ ഞാൻ അങ്ങോട്ടെന്ന് പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് പെട്ടെന്ന് സ്കൂട്ടായി. ദീപക്ക് താമസിക്കാനുള്ള മുറി കാണിച്ചു കൊടുക്കുകയാണ് ശിവാനി. ഓഫീസിൽ വെച്ച് കാണാറുണ്ടെങ്കിലും രണ്ടുപേരും തമ്മിൽ വലിയ അടുപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ മാഡം ഫ്രഷ് ആവുകയോ റെസ്റ്റ് എടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളൂട്ടോ. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ദേ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. എന്നാൽ ഞാൻ പോട്ടെ മാഡം, ശിവാനി ദീപയ്ക്ക് നിറഞ്ഞ പുഞ്ചിരി നൽകിക്കൊണ്ട് പറഞ്ഞു. ശിവാനി എന്താ ഇപ്പം എന്നെ വിളിച്ചത്? മാഡം എന്നോ? ഞാൻ കരുതി കളിയായി വിളിച്ചതാണോന്ന്. എൻ്റെ ശിവാനി, വൈകാതെ ഞാൻ തന്നെ അങ്ങോട്ട് മാഡം എന്ന് വിളിക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ മാഡം എന്നൊന്നും വിളിച്ചേക്കല്ലേ. സാരെങ്ങാനും കേട്ടാൽ പിന്നെ പറയുകയേ വേണ്ട. ശരി, ഞാൻ ദീപ എന്ന് വിളിച്ചോളാം. പക്ഷെ ദീപയ്ക്ക് എന്നെ ഒരിക്കലും മാഡം എന്ന് വിളിക്കേണ്ടി വരില്ല. ഞാനത് ആഗ്രഹിക്കുന്നില്ല. 1 മാസം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നും സാറിൻ്റെ ലൈഫിൽ നിന്ന് തിരിച്ചു പോകും. ചിലപ്പോൾ ഞാൻ ആ ഓഫീസിൽ തന്നെ ഉണ്ടായെന്ന് വരില്ല. ശിവാനി അതും പറഞ്ഞു ഒന്ന് പുഞ്ചിരിച്ചു. ശിവാൻ എന്തൊക്കെയായി പറയുന്നത്? അപ്പോൾ ലക്ഷ്യ സാറിപ്പോൾ ശിവാനിയെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. കല്യാണം കഴിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ദീപ പറഞ്ഞത് കേട്ട ശിവാനി അവൾക്കൊരു മങ്ങിയ ചിരി സമ്മാനിച്ചു. കല്യാണോ? നല്ല കാര്യമായി. കുറഞ്ഞത് 5 വർഷത്തേക്ക് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ല. എനിക്ക് എൻ്റെ അച്ഛനെയും അനിയനെയും തനിച്ചാക്കാൻ പറ്റില്ല. അച്ഛനിന് ജോലിക്ക് പോകാനൊന്നും പറ്റിയെന്ന് വരില്ല. ശ്രാവൺ 10-ലായതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവൻ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി എത്തുന്നവരെ എനിക്ക് ഇരുവരെയും സംരക്ഷിച്ചേ പറ്റൂ. പക്ഷെ അച്ഛൻ എന്നും എൻ്റെ കൂടെ കാണും, അതെൻ്റെ ആഗ്രഹമാണ്. കല്യാണമൊക്കെയും അത് കഴിഞ്ഞ് നോക്കാം. ശിവാനിയുടെ വാക്കുകൾ ഉറച്ചതാണെന്ന് ദീപക്ക് തോന്നിപ്പോയി. ശിവാനി, ലക്ഷ്യ സാർ കൂടെയുണ്ടെങ്കിൽ ശിവാനി അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാം ലക്ഷ്യ സാർ നോക്കിക്കൊള്ളില്ലേ. എൻ്റെ അച്ഛനെയും അനിയനെയും മറ്റുള്ളവരുടെ ചിലവിൽ താമസിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും എനിക്ക് താല്പര്യമില്ല. എൻ്റെ അച്ഛൻ എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം എന്നതേ എൻ്റെ ഒരു അഹങ്കാരമാണെന്ന് കൂട്ടിക്കോ. അതുമല്ല, സാറിന് എന്നെപ്പോലെ ഒരു പെണ്ണ് ഒരിക്കലും ചേരില്ല. എനിക്ക് വലിയ വിദ്യാഭ്യാസമില്ല, പണമില്ല, ഞാൻ മോഡേണല്ല. എന്നെപ്പോലൊരു പെണ്ണിനെ സാറിൻ്റെ അച്ഛൻ്റെ ഫാമിലി ആക്സെപ്റ്റ് ചെയ്യാനും പോണില്ല. ഇതിപ്പോൾ അച്ഛനോടുള്ള വാശിപ്പുറത്താണ് സാർ ഈ നാടകമൊക്കെ നടത്തുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച സാറും അച്ഛനും തമ്മിലുള്ള അകൽച്ച കൂടുകയുള്ളൂ. അതോടെ എന്നെ സാറിൻ്റെ അച്ഛൻ ഒരു ശത്രുവായി കാണുകയും ചെയ്യും. അതുകൊണ്ട് വേണ്ട, അത് ശരിയാവില്ല. എനിക്ക് ആരോടും യുദ്ധത്തിന് പോകാനൊന്നും വയ്യ. അച്ഛനും മകനും തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനുള്ള അവസരം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഇവിടെ നിന്ന് ഇറങ്ങിയ ഞാൻ മഹാദേവൻ സാറിനെ കണ്ട് സത്യങ്ങളൊക്കെയും പറഞ്ഞു ഇരുവരുടെയും പിണക്കം തീർക്കാനുള്ള വഴിയൊരുക്കി കൊടുക്കും. അതോടെ എൻ്റെ ജോലിയും കഴിയും. ഞാനും ഹാപ്പി, സാറും ഫാമിലിയും ഹാപ്പി. ഇതാണ് എൻ്റെ പ്ലാൻ. പക്ഷെ ശിവാനി, ഇതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ലക്ഷ്യ സാർ ശിവാനി അങ്ങനെ ചുമ്മാ പോവാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാർ ഒന്ന് നേടാൻ ആഗ്രഹിച്ചാലേ എന്ത് വില കൊടുത്തും അത് സ്വന്തമാക്കിയിരിക്കും. വാശിയുടെ കാര്യത്തിൽ സാർ കഴിഞ്ഞാൽ മറ്റാരുള്ളൂ.
ദീപ പറയുന്നത് കേട്ടതും ശിവാനി പറയുകയാണ്, ദീപക്കറിയോ, എനിക്കൊരു സാധനം ഇഷ്ടമായില്ല അല്ലെങ്കിൽ അതെനിക്ക് വേണ്ട എന്ന് തോന്നിയാലേ ഇനി അത് ഫ്രീ ആയി തന്നാൽ പോലും ഞാനത് സ്വീകരിക്കില്ല. ഇതെൻ്റെ വാശിയാണെന്ന് കൂട്ടിക്കോ ദീപ. ഇനി എനിക്കൊന്നും പറയാനില്ല ശിവാനി. ഇതുപോലൊരു ബമ്പർ ലോട്ടറി അടിച്ചിട്ട് അത് വെറുതെ കളയുന്ന ശിവാനി ഒരു മണ്ടിയാണെന്ന് ഞാൻ പറയുള്ളൂ. ഞാനായിരുന്നേൽ എപ്പോൾ കെട്ടിയെന്ന് ചോദിച്ചാൽ മതി. ദീപ ചിരിയോടെ പറഞ്ഞു. എന്നാൽ ദീപ കെട്ടിക്കോന്നേ, എനിക്കൊരു വിരോധവും. അത് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ, സാറിന് കൂടി അത് തോന്നണ്ടേ. ഞാനേ അദ്ദേഹത്തിൻ്റെ PA ആയി ജോയിൻ ചെയ്ത അന്നേ അറിയാതെ എൻ്റെ ഉള്ളിലെ കോഴിക്കുഞ്ഞുങ്ങൾ തല പൊക്കിയതും ഓൺ ദി സ്പോട്ട് സാർ കോഴിക്കുഞ്ഞുങ്ങളെ പിടിച്ച് കൂട്ടിലാക്കി എന്നെ പിടിച്ച് പെങ്ങളാക്കി കളഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞ ഡയലോഗേ ഇന്നും എൻ്റെ ചെവിയിലുണ്ട്. പെങ്ങളെ, നാളെ വരുമ്പോൾ ആ കോഴിക്കുഞ്ഞുങ്ങളെ വീട്ടിലാക്കി പോന്നാൽ മതി കേട്ടോ. ഇവിടെ നിറയെ കുറുക്കന്മാരും കീരികളും ഒക്കെ ഉള്ളതാ. എപ്പോഴാ കഴുത്തിന് പിടിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പെങ്ങൾ ആലോചിക്ക്, ഇവിടെ ജോലി വേണോ കോഴി ആവണോന്ന്. ദീപ പറഞ്ഞത് കേട്ടതും ശിവാനിക്ക് ചിരി വന്നു പോയി. കൊള്ളാം, അതെനിക്കിഷ്ടമായി, ശിവാനി പറഞ്ഞു. ശിവാനി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഒരുമിച്ചൊരു മുറിയിലാണല്ലോ രണ്ടുപേരുടെയും താമസം. സാറാണെങ്കിൽ കൈവിട്ട് പോകുമെന്ന് തോന്നിയ വളഞ്ഞ വഴിയിലൂടെയും അത് സ്വന്തമാക്കുന്ന ആളാണ്. വെട്ടിപ്പിടിക്കാൻ സാറിനെ കഴിഞ്ഞാൽ മറ്റാരുള്ളൂ. ഏത് നേരം ഒരറ്റാക്ക്. ശിവാനിക്കത് പ്രതീക്ഷിക്കാം. ഓ പിന്നെ അതിന് നിന്റെ സാർ ഒന്നുകൂടെ ജനിക്കണം. ഇപ്പോൾ ഒരു കൈയല്ലേ ഞാൻ ഒടിച്ചുള്ളൂ. അങ്ങനെ വല്ലതും സംഭവിച്ചാലേ മറ്റേ കൈയും കൂടെ ആ 2 കാലും കൂടി ഞാനങ്ങ് എടുക്കും എന്ന് പറഞ്ഞ് ശിവാനി മുറി വിട്ടിറങ്ങാൻ നേരാണ് ആരോ ഒളിഞ്ഞു നോക്കുന്നത് ദീപ കാണുന്നത്. അവളെ കണ്ടതും ആള് മറിഞ്ഞു നിന്നു. ദീപ ശ്രദ്ധ മാറ്റിയതും വീണ്ടും ആരോ നോക്കുന്നത് കണ്ട ദീപ ശിവാനിക്കത് കാട്ടിക്കൊടുത്തു. മാളുവോ, നീ എന്താ മാളു അവിടെ ഒളിഞ്ഞു നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. ശിവാനി വിളിച്ചതും മാളു അകത്തേക്ക് വന്നു. എന്താ മാളു? ശിവാനി മാളുവിനോടാ ചോദിച്ചു. ഒന്നുമില്ല ഏട്ടത്തി, അവന്തികയും അഞ്ജനയും പറഞ്ഞു അച്ചുവേട്ടൻ്റെ ഓഫീസിൽ നിന്നേ പരിഷ്കാരിയായ ഒരു പെണ്ണ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ കരുതി നോക്കിക്കളയാന്ന്. മാളു താല്പര്യമില്ലാത്ത മട്ടി പറഞ്ഞു. മാളു, ഇത് ദീപ. പിന്നെ ദീപ അത്രയ്ക്കും പരിഷ്കാരമൊന്നും അല്ല കേട്ടോ. ആളുടെ ജോലി നിൻ്റെ ഏട്ടൻ്റെ PA ആണ്. PA ആകുമ്പോൾ നമ്മളെപ്പോലെ ചുരിദാറും സാരിയും ധാവണിയും ഇട്ട് നടക്കാൻ പറ്റില്ലല്ലോ. കാരണം ബോസിൻ്റെ കൂടെ വലിയ വലിയ ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അതിനനുസരിച്ച് വസ്ത്രം ധരിക്കണം. പക്ഷേ മാന്യമായ വേഷം മാത്രമേ ദീപ ധരിക്കാറുള്ളൂ കേട്ടോ. ഏട്ടത്തിക്ക് ഏട്ടൻ്റെ PA ആയ പോരായിരുന്നോ? പിന്നെ എന്തിനാ വല്ലോരെ ആ പണിക്ക് വിളിച്ച് കയറ്റുന്നത്? ഞാനും കുറേ മൂവീസ് കണ്ടതാ. അതിലുണ്ടായിരുന്നു ഇതുപോലെ PA ബോസ് റിലേഷൻ. സത്യം പറയാനോ ഒന്നും എനിക്കത്ര ദഹിച്ചില്ല. സമയം കിട്ടുമ്പോൾ ഏട്ടത്തി അതൊക്കെ കാണുന്നത് നല്ലതാ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അത്രേ എനിക്ക് പറയാനുള്ളൂ. മാള് നൈസായിട്ട് മാലപ്പടക്കത്തിനെ തിരികൊളുത്താൻ നോക്കി. പക്ഷെ എന്ത് ഗുണം, ഇത് ഡ്യൂപ്പാണെന്ന് അവൾക്ക് അറിയില്ലല്ലോ. അമ്പടി, ഇവൾ കൊള്ളാലോ. എത്ര പെട്ടെന്നാ എൻ്റെ ജോലി തെറിപ്പിച്ചു അവിഹിതം പരത്തിയത്. ശിവാനി ഒറിജിനൽ ഭാര്യ ആയിരുന്നു. എൻ്റെ ജോലി എപ്പോൾ തെറിച്ചെന്ന് ചോദിച്ചാൽ മതി. ഈ പോക്ക് പോകുകയാണെങ്കിൽ ഇനിയിപ്പോൾ കൂടുതൽ നാളൊന്നും എൻ്റെ PA പോസ്റ്റ് ഉണ്ടായെന്ന് വരില്ല. പക്ഷേ ലക്ഷ്മി സാറും ശിവാനിയും എന്നെ അങ്ങനെ പറഞ്ഞു വിടില്ല. നല്ലൊരു പോസ്റ്റ് എന്നെ തിരികെ തരും. ദീപ കാര്യമായ ചിന്തയിലാണ്ടു. വരാൻ നേരം ഗൗതം ദീപക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. അതിനാൽ അവൾക്ക് മാളുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം പെട്ടെന്ന് പിടികിട്ടി. അതിനാൽ ദീപ ഇടയിൽ കയറി പറഞ്ഞു, അത് മാത്രമല്ല ശിവാനി, ഞാൻ ഗൗതം സാറിൻ്റെ വുഡ്ബിയും കൂടിയാ. നീ അക്കാര്യം അറിഞ്ഞില്ല ശിവാനി? ഇത് കേട്ട ശിവാനി ദീപയൊന്ന് നോക്കി. അവൾക്ക് അക്കാര്യം അറിയില്ലായിരുന്നു. മാളുവിനാണെങ്കിൽ അത് കേട്ട് ചൊറിഞ്ഞു വന്നു. ഓ, അപ്പോൾ ഇയാളാണല്ലേ ഗൗതം ചേട്ടൻ്റെ മനസ്സ് കാർന്ന ആ സുന്ദരി കോത. നിങ്ങൾക്കറിയോ, അച്ചുവേട്ടൻ്റെ കൂടെ ആദ്യമായി ഇവിടെ കയറുവെന്ന അന്നേ എൻ്റെ ഈ നെഞ്ചിൽ കയറി കൂടിയതാ ഗൗതം ചേട്ടൻ. അത് ചേട്ടൻ അറിയുകയും ചെയ്യും. ഇഷ്ടം പറഞ്ഞ് ഞാൻ എത്ര വട്ടം പിറകെ നടന്നിട്ടുണ്ടെന്നറിയോ? എന്നിട്ടും ഇന്നേ വരെയായിട്ടും ആളെ എനിക്കൊരു പോസിറ്റീവ് മറുപടി തന്നിട്ടില്ല. ഞാൻ പിറകെ നടക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പക്ഷെ എന്തെങ്കിലും ഒരു നാൾ എൻ്റെ സ്നേഹം തിരിച്ചറിയുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു. എന്നിട്ടിപ്പോൾ ഞാൻ ആരായി? ഏട്ടത്തി നോക്കിക്കേ, എന്നേക്കാൾ ഭംഗി ഇവർക്കാണോ ഏട്ടത്തി? ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ഗൗതം ചേട്ടൻ എന്നെ വേണ്ടെന്ന് വെച്ചത്. നോക്കിക്കോ, നിങ്ങളെ ഞാൻ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് മാളു കണ്ണു നിറച്ച് അവിടുന്ന് പോയി. ഇതൊക്കെ കേട്ട് ശിവാനിക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോഴാണ് ദീപ മാളുവിന് ഗൗതമിനോടുള്ള പ്രണയത്തെക്കുറിച്ചും ഗൗതമിന് അവളെ സ്വീകരിക്കാൻ താല്പര്യമില്ലെന്നും അതിൻ്റെ കാരണം എന്താണെന്നും ഗൗതം മാളിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പെണ്ണ് കാണൽ നുണയും അതിൻ്റെ ഭാഗമായി ഇങ്ങോട്ട് വരാൻ നേരം തനിക്ക് അവൻ്റെ വുഡ് ബി റോൾ തരികയും മാള് ചോദിച്ചാൽ സത്യമൊന്നും പറഞ്ഞേക്കരുത് എന്നൊക്കെ പറഞ്ഞത് ദീപ ശിവാനിയോട് വെളിപ്പെടുത്തുന്നത്. 2 ദിവസം കൊണ്ട് ശിവാനിയും ദീപയും അച്ചുവും നല്ല കൂട്ടായി. അവരുടെ കൂടെ അഞ്ജനയും മിത്രയും അവന്തികയും കൂടി. പക്ഷെ മാളു അവരോട് കൂട്ടുകൂടാൻ തയ്യാറായില്ല. ഒരുമിച്ച് കുളത്തിൽ കുളിച്ചും അമ്പലത്തിൽ പോയും പാടത്തും പറമ്പിലും ചുറ്റിയടിച്ചും എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു.
ശിവാനി അവിടുത്തെ അന്തരീക്ഷമായി പെട്ടെന്ന് ഇണങ്ങി. പക്ഷെ മാളു ശരിക്കും ഒറ്റപ്പെട്ടു. ഈ 2 ദിവസവും ശിവാനി ലക്ഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു കൊടുത്തിരുന്നു. ഒരു ദിവസം 3 തവണ കുളിക്കണം എന്നിവരെ പറഞ്ഞു, അതും കൂടി ചെയ്യിപ്പിച്ചു. ഭക്ഷണം വാരിക്കൊടുക്കുക, പിന്നെ തല ചെയ്യുക, തല മസാജ് ചെയ്ത് കൊടുക്കുക, പുറം ചൊറിഞ്ഞു കൊടുക്കുക, കാലിനെ ഞൊട്ടൊടിക്കുക, കാല് തിരുമുക, ഓഫീസ് വർക്ക് ചെയ്യിക്കുക, ഷർട്ട് ഇട്ട് കൊടുക്കുക എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് അവളൊന്നും മിണ്ടാതെ ചെയ്തു കൊടുത്തു. മുണ്ടുടുപ്പിക്കാൻ പറഞ്ഞില്ല എന്നത് അവൾക്കൊരു ആശ്വാസമായിരുന്നു. പതിവ് പോലെ അന്ന് രാത്രിയും ശിവാനി അച്ഛനോട് സംസാരിച്ചു. ശ്രാവൺ ചേച്ചിയോട് സോറി പറഞ്ഞ് പിണക്കം തീർത്തു. താനിനി ആ ഫോൺ അച്ഛൻ്റെ കൈ കൊടുത്തോളാം, ചേച്ചിയോട് സംസാരിക്കാൻ വേണ്ടി മാത്രമേ ആ ഫോൺ യൂസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശിവാനിക്ക് അവനോട് അതിയായ വാത്സല്യവും തോന്നി. ഒപ്പം അവരെ ഒരുപാട് മിസ് ചെയ്യാനും തുടങ്ങി. അവരുടെ അരികിലേക്ക് തിരിച്ചെത്താനായി അവൾ ദിവസങ്ങളെന്നെ കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ ഫോൺ വിളി കഴിഞ്ഞു. ശിവാനി കിടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ലക്ഷ് അവളുടെ അരികിൽ വരുന്നത്. അവൾ ശ്രദ്ധിക്കാതെ കിടക്കാൻ നേരം അവൻ കടുപ്പിച്ച് വിളിച്ചു, ശിവാനി. ശിവാനി ഒന്നും മിണ്ടിയില്ല. ശിവാനി, 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്താ പറ്റിയേ? നീ എന്താ മൗനവ്രതത്തിലാണോ? എന്ത് ചോദിച്ചാലും കമ്മാന്നൊരക്ഷരം വേണ്ടില്ല. എന്താടി നിന്റെ നാക്കടിച്ചു പോയോ? ലക്ഷ്യം നല്ല ദേഷ്യത്തിലാണ് കേട്ടോ. സാറിന് എന്താ ഇപ്പോൾ വേണ്ടത്? ഓ, അപ്പം നാക്കവിടെ തന്നെയുണ്ട്. പിന്നെന്താ നിനക്ക് എന്നോട് മിണ്ടാനൊരു മടി? എനിക്ക് സാറിനോട് പ്രത്യേകിച്ച് മിണ്ടാനൊന്നുമില്ലായിരുന്നു. സാറ് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഒരക്ഷരം മിണ്ടാതെ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ എന്താ ഇങ്ങനെ ഒച്ചയെടുക്കുന്നത്? സാറ് പോയാട്ടെ, എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞ് ശിവാനി ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ ലക്ഷ്യം ലൈറ്റ് ഓൺ ചെയ്തു. അങ്ങനെ 2-3 പ്രാവശ്യം ഇത് തുടർന്നു. സാറിനിപ്പോൾ എന്താ വേണ്ടത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ സാർ വിളി വേണ്ടെന്ന്. ഓ, ഇനി ശ്രദ്ധിച്ചോളാം. നിന്റെ മനസ്സിൽ എന്തോ ഒന്നുണ്ട്. അത് മനസ്സിൽ വെച്ചല്ലേ നീ ഇങ്ങനെ പെരുമാറുന്നത്? എങ്ങനെ പെരുമാറുന്നത്? എൻ്റെ മനസ്സിലിപ്പോൾ ഒരു കാര്യമുള്ളൂ, പെട്ടെന്ന് 1 മാസം ആയാൽ മതിയെന്ന്. എന്നിട്ടേ എങ്ങനെയെങ്കിലും ഈ കുരുക്കിൽ നിന്ന് തലയൂരണം. അല്ലാതെ എൻ്റെ മനസ്സിൽ മറ്റൊന്നുമില്ല. അല്ല കള്ളം. കഴിഞ്ഞ ദിവസം എന്നെയും ഗൗതമിനെയും അങ്ങനെ കണ്ടതിന് ശേഷമാണ് നിന്റെ ഈ മാറ്റം. നീ ഞങ്ങളെ തെറ്റിദ്ധരിച്ചതാ ശിവാനി. ഇത് നല്ല കഥ. സാറും സാറിൻ്റെ കൂട്ടുകാരനും ഉമ്മ വയ്ക്കോ, കെട്ടിപ്പിടിക്കോ, കല്യാണം കഴിക്കോ, എന്താന്ന് വെച്ചാൽ ചെയ്തോ. എനിക്കതിലൊരു പരാതിയോ വിഷമോ ഒന്നുമില്ല, ശിവാനി കൂസാതെ പറഞ്ഞു. കല്യാണം കഴിക്കാൻ അവനാരാ? എൻ്റെ കാമുകയോ? എൻ്റെ സാറേ, എന്തിനാ ഇങ്ങനെ വീണെടുത്തുനിന്ന് ഉരുളുന്നത്? ഇതിപ്പോൾ ഒരു തെറ്റൊന്നുമല്ലല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി നടക്കുന്ന ഒന്നാണ്. സാറും ഗൗതം സാറും കാതലിലെ മാത്യുവിനെയും തങ്കനെയും പോലെ തീരുമാനം എടുക്കാൻ വൈകരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. എല്ലാവരോടും എല്ലാം തുറന്നു പറയണം സാർ. വേണമെങ്കിൽ ഞാൻ പറയാം എല്ലാവരോടും. അവർക്ക് മനസ്സിലാവാതെ ഇരിക്കില്ല സാർ. നിങ്ങളുടെ ഇഷ്ടം എല്ലാവരും അംഗീകരിക്കും. വേണമെങ്കിൽ അവർക്കൊക്കെ കാതൽ മൂവി കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. അത് നല്ലൊരു ഐഡിയ അല്ലേ സാർ? ശിവാനി പറയുന്നത് കേട്ടതും ലക്ഷ്യ ദേഷ്യം കടിച്ചമർത്തി നിൽക്കുന്നുണ്ട്. എന്നിട്ടും ശിവാനിക്ക് നിർത്താൻ ഉദ്ദേശമില്ലായിരുന്നു. പിന്നെ ആകെയുള്ള വിഷമം എന്താണെന്ന് വെച്ചാൽ സാറിന് ഇതെന്നോട് പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടിയായിരുന്നല്ലേ എന്നെ ഇതിലേക്ക് വലിച്ചിട്ടത്? ഇത് ശിവാനി, എഴുതാപ്പുറം വായിക്കല്ലേ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അവനെൻ്റെ കൂടെ പിറപ്പിന് തുല്യമാണ്. നീ അവിടെ നടന്നത് മുഴുവൻ കണ്ടില്ലല്ലോ. കണ്ടിരുന്നാൽ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. നിൻ്റെയൊക്കെ ചിന്താഗതി വളരെ മോശമാണ് ശിവാനി. അതൊക്കെ പോട്ടെ, ഞാൻ നിന്നോട് ക്ലോസായി ഇടപഴകിയതോ അത് നിനക്ക് ഓർമ്മയില്ലേ? അപ്പോൾ എനിക്ക് നിന്നോട് തോന്നിയത് ഏത് തരത്തിലുള്ള വികാരമാണെന്ന് നിനക്ക് ഫീൽ ചെയ്തിരുന്നില്ലേ? അത് നിങ്ങൾ എന്നോടുള്ള ദേഷ്യം കൊണ്ട് ചെയ്തതല്ലേ? നിങ്ങൾ മറ്റേ തന്നെയാണ്, എനിക്കറിയാം. ഒടുവിൽ സഹിക്കട്ടെ ലക്ഷ് അവിടെ ഉണ്ടായിരുന്ന അവൻ്റെ ഫോൺ എടുത്ത് ഒരു ഏറ് കൊടുത്തതും അത് തകർന്ന് തരിപ്പണമായി. ലക്ഷ്യൻ്റെ കണ്ണുകൾ ചുവന്നു വന്നു. ശിവാനി ചെറുതായി പേടിച്ചു. ചുമ്മാ അവനെ വട്ടുപിടിപ്പിക്കാൻ പറഞ്ഞതാണ് ഓരോന്നും. ഇപ്പോൾ കളി കാര്യമായി. എൻ്റെ കൃഷ്ണ, പണി പാളിട്ടോ. അതേടി, ഞാൻ മറ്റേതാ. എനിക്ക് നിന്നോട് വല്ല ഫീലിങ്സും ഉണ്ടോ ഇല്ലയെന്നേ ഞാൻ കാണിച്ചു തരാടി എന്ന് പറഞ്ഞ് അവൾ ബെഡിലേക്ക് പിടിച്ചു തള്ളി അവളുടെ മേലെ അമർന്നു. അവളുടെ ചുണ്ടുകൾ കവർന്നെടുത്തു. ശിവാനിയുടെ കണ്ണുകൾ മിഴഞ്ഞു വന്നു. അവൾ പറ്റാവുന്ന പോലെ എതിർത്ത് നോക്കിയെങ്കിലും അവൻ്റെ ശക്തമായ പിടിയിൽ അവൾക്ക് ഒന്ന് അനങ്ങാൻ പോലും ആയില്ല. ഒരു കിടുക്കാച്ചി ലിപ് ലോക്കിന് ശേഷം ലക്ഷ് അവളിൽ നിന്ന് അകന്ന് മാറി അവളെ നോക്കി തൻ്റെ തള്ളവിരലാൽ കീഴ്ച്ചുണ്ട് അമർത്തി തുടച്ചു. എഴുന്നേറ്റ് ബെഡിലിരുന്നതും ശിവാനി മതമിളകിയ കൊമ്പനാനയെ പോലെ അവിടെ ഉണ്ടായിരുന്ന ഓഫീസ് ഫയലെടുത്ത് അവൻ്റെ തലയിലേക്ക് ഒറ്റ ഇടി കൊടുത്തു. ഫയലായതുകൊണ്ട് കാര്യമായി ഒന്നും പറ്റിയില്ലായിരുന്നു. എന്നാലും ലക്ഷ് വിട്ടുകൊടുത്തില്ല. അവിടെ ഉണ്ടായിരുന്ന തലയണെടുത്ത് അവളുടെ മുഖം നോക്കി ഒന്ന് കൊടുത്തു. ശിവാനി വിടുവോ? അവളും എടുത്തു മറ്റേ പില്ലോ, എന്നിട്ട് തിരിച്ചടിച്ചു. അങ്ങനെ അവിടെ കാര്യമായ പില്ലോ ഫൈറ്റ് നടക്കുകയാണ് സുഹൃത്തുക്കളെ. ഒടുവിൽ 2 പേരും ക്ഷീണിച്ചു ഫൈറ്റ് നിർത്തിയപ്പോഴാണ് ശിവാനി തിരിച്ചറിയുന്നത് ഒടിഞ്ഞ കൈവച്ചാണ് അവൻ ഇത്രയും നേരം ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്.
അപ്പോൾ കൈക്ക് ഒന്നും പറ്റിയിട്ടില്ല. ദുഷ്ടൻ, അവൾ മനസ്സിൽ പറഞ്ഞു. ഓഹോ, അപ്പോൾ ഇതും നാടകമായിരുന്നു അല്ലേ? ഞാൻ കാണിച്ചു തരാം. എന്നെക്കൊണ്ട് എന്തൊക്കെയാ ചെയ്യിപ്പിച്ചത്. ഒരു അന്യസ്ത്രീയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് നാണമില്ലല്ലോ എന്നും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വേസ് എടുത്തു. അവൻ്റെ തല നോക്കി ഓങ്ങിയതും ലക്ഷ് അവളുടെ കൈ പിടിച്ചു വെച്ചു. മുന്നിലോട്ട് മടക്കി പിടിച്ചു. അവൻ്റെ നെഞ്ചോട് അവളെ ചേർത്ത് പിടിച്ചു. വിട് വിട് വിടാൻ. എന്തായി കാണിക്കുന്നത്? സാർ ചതിയനാ, വഞ്ചകനാ. കാര്യം സാധിക്കാൻ എന്ത് വൃത്തികേടും ചെയ്യും. ശിവാനി അവൻ്റെ പിടിയിൽ നിന്നും കുതറി മാറാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. മനസ്സിലായല്ലോ, ആയ സ്ഥിതിക്ക് ഞാൻ വൃത്തികേട് കാണിക്കാൻ പോവുക എന്ന് പറഞ്ഞ് ഒരു കൈ ഉപയോഗിച്ചു. അവളുടെ തോളിൽ നിന്നും വസ്ത്രം കുറച്ചധികം താഴ്ത്തി അവിടെ പല്ലുകൾ ആഴ്ത്തി. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ ഞെട്ടിത്തെറിച്ച് നിൽപ്പാണ്. കണ്ണുകൾ താനെ അടഞ്ഞുപോയി. അതോടെ അവളുടെ കയ്യിലെ ഫ്ലവർ വേസ് താഴെ വീണു. കണ്ണു നിറഞ്ഞു വരുന്നുണ്ട്. ശിവാനി വേദന കടിച്ചു പിടിച്ചു നിന്നു. അവൻ്റെ പല്ലിൻ്റെ അടിയാളം അവിടെ ശരിക്കും പതിഞ്ഞിരുന്നു. അവൾക്ക് നല്ല പോലെ വേദനിച്ച് കാണും എന്ന് തോന്നിയ ലക്ഷ് അവിടെ ചുണ്ടുകൾ അമർത്തിയ ശേഷം അവളുടെ കാതോരം പറഞ്ഞു. ഐ ലവ് യു ശിവാനി. എന്നെ ചുമ്മാ ദേഷ്യം കയറ്റാൻ നിൽക്കല്ലേ. വാശി എനിക്ക് ഒരു ഹരമാണ് ശിവാനി. ഇത് കേട്ട ശിവാനി അവൻ്റെ കണങ്കാലിൽ ആഞ്ഞു ചവിട്ടിയതും അവൻ അവളിൽ നിന്നുള്ള പിടി വിട്ടു. ശിവാനി പെട്ടെന്ന് അവളുടെ ഡ്രസ്സ് നേരെയാക്കി അവനെ ദഹിപ്പിച്ചു നോക്കി. നോക്കിക്കോ, നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും ഈ ശിവാനി നിങ്ങൾക്ക് സ്വന്തമാവില്ല. അത്രയ്ക്കും വെറുപ്പാണ് എനിക്ക് നിങ്ങളോട്. ശിവാനി അത്യധികം ദേഷ്യത്തോടെ അവന് മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു. ഓ ആയിക്കോട്ടെ, പക്ഷേ ഒരു നാൾ നീ പറയും, വെറുത്ത് വെറുത്ത് വെറുപ്പിൻ്റെ അവസാനം എനിക്കിപ്പോൾ കുട്ടിശങ്കറിനോട് സ്നേഹമാണ് എന്ന്. അതുവരെ ഞാൻ കാത്തിരുന്നോളാം ശിവാനി, ലക്ഷ് ചെറുചിരിയാതെ പറഞ്ഞു. ഓ, ഒരു സിനിമാ ഡയലോഗ് കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. മമ്മൂട്ടിയോട് ഭാനുപ്രിയ അങ്ങനെ പറഞ്ഞെന്ന് കരുതിയേ ഞാൻ നിങ്ങളോട് അങ്ങനെ പറയണമെന്ന് കരുതണ്ട. അതുകൊണ്ട് കുട്ടിശങ്കരൻ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഈ ശിവാനിക്ക് നിങ്ങളോട് ഇതിന് പ്രതികാരം ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം ശിവാനിക്ക് വാക്കൊന്നേ ഉള്ളൂ. വാക്ക് മാറ്റി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവളല്ല ഈ ശിവാനി മോഹൻ. അങ്ങനെയെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് സ്ഥലം വിട്ടേനെ. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം, അല്ലാതെ ഒരുമാതിരി ചീപ്പ് സ്വഭാവം കാണിക്കരുത് എന്നും പറഞ്ഞ് അവനെ തള്ളി മാറ്റി ബെഡിൻ്റെ ഒരറ്റത്ത് കണ്ണടച്ച് കിടന്നു. നിറയാൻ വെമ്പുന്ന മിഴികളെ ശാസിച്ചു നിർത്തി. ശിവാനി, ശിവാനി. ലക്ഷ്യൻ്റെ വിളി കേട്ട് ശിവാനി വീണ്ടും പതിവ് ഭാവത്തിൽ നോക്കി പേടിപ്പിച്ചു. എന്താ? അല്ല ശിവാനി, നീയേ ഈ ഡ്രസ്സിനിടയിൽ ഇന്നറൊന്നും ഇടാറില്ലേ? അല്ല, നേരത്തെ തോളിൽ നിന്ന് ഡ്രസ്സ് മാറ്റിയപ്പോൾ ഞാൻ കണ്ടില്ല, അതാ ചോദിച്ചത്. അത് കേട്ട് ശിവാനിയുടെ തൊലി ഉരിഞ്ഞു പോയി. അവൾ അവിടെ ഉണ്ടായിരുന്ന മൊബൈൽ ചാർജർ എടുത്ത് അവൻ്റെ മോന്ത നോക്കി എറിഞ്ഞെങ്കിലും അവൻ അതിവിദഗ്ധമായി മാറിക്കളഞ്ഞു. ഛേ, വൃത്തികെട്ടവൻ എന്നും പറഞ്ഞ് അവൾ തലവഴി പുതപ്പ് മൂടിക്കിടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. താൻ ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു. അവൾക്ക് സ്വയം പുച്ഛം തോന്നി. ഇനി ഈ തറപ്പരിപാടി കൊണ്ട് എൻ്റെ അടുത്ത് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്.